ഈയിടെയായി രോഗികൾ വന്നാൽ പറയുന്ന ഒരു പ്രധാന സിംറ്റമാണ് തലക്കൊരു ഭാരം പോലെ. അവരോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവർക്ക് ഒരാഴ്ച മുമ്പേ പനി വന്നിട്ടുണ്ടാവും. പനി വന്ന് മാറി, ജലദോഷം, ചുമ എന്നിവയൊക്കെ വന്ന് മാറി. ഇതിന് ശേഷം ഉണ്ടാവുന്ന തലക്കുള്ള ഒരു ഭാരം. എന്നാൽ തലവേദനയാണോ എന്ന് ചോദിച്ചാൽ തലവേദനയല്ല, തലക്കൊരു ഭാരം, അതുപോലെ തന്നെ ശരീരത്തിന് ക്ഷീണം. അതിനോടൊപ്പം തന്നെ മൂക്ക് അടയുന്ന ഒരവസ്ഥയും ഇവർക്ക് കാണുന്നുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സൈനസൈറ്റിസിനെ കുറിച്ചാണ്. ഞാൻ ഡോക്ടർ ഫാലിഹ അസ്ലം, മെഡിക്കെയർ ഹോമിയോപ്പതി, വാണിയമ്പലം. സൈനസൈറ്റിസ് ഒരു മാരകമായ രോഗമാണോ എന്ന് ചോദിച്ചാൽ അല്ല. പലപ്പോഴും ഇത് നെഗ്ലക്റ്റ് ചെയ്ത് നമ്മൾ ചികിത്സിക്കാതെ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഇത് കണ്ണിനെയും മൂക്കിനെയും അതുപോലെ തലച്ചോറിനെ വരെ ബാധിക്കാവുന്ന വലിയൊരു രോഗമായി മാറിയേക്കാം. സൈനസൈറ്റിസ് എന്നാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. സൈനസ് എന്നാൽ നമ്മുടെ തലയോട്ടിക്കുള്ളിൽ സ്വാഭാവികമായിട്ടുള്ള 4 പെയർ അറകളുണ്ട്. ഇത് ചെറിയ സുഷിരങ്ങളാണ് ഈ സൈനസ് അറകൾ എന്ന് പറഞ്ഞാൽ. ഇവ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഫ്രോണ്ടൽ സൈനസ്, നമ്മുടെ ഈ നെറ്റിക്ക് ഈ കണ്ണിന് മുകളിൽ ഉണ്ടാകുന്ന 2 പെയർ ഫ്രോണ്ടൽ സൈനസ്, അതുപോലെ തന്നെ നമ്മുടെ കണ്ണിന് താഴെയുള്ള മൂക്കിന് 2 വശത്തുള്ള മാക്സിലറി സൈനസ്, അതുപോലെ തന്നെ കണ്ണിന് പുറകിലായിട്ട് 2 പെയർ സൈനസ്, സ്ഫീനോയിഡ് ആൻഡ് എത്തമോയിഡൽ സൈനസ് എന്ന് പറയും. ഇങ്ങനെ 4 പെയറായിട്ടുള്ള അറകളാണ് ഈ സൈനസ് എന്ന് പറഞ്ഞാൽ. ഇവയുടെ സ്വാഭാവിക പ്രവർത്തനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തലയുടെ ഭാരം നിയന്ത്രിക്കുക, തലയോട്ടിയുടെ ഭാരം നിയന്ത്രിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവയുടെ ഫങ്ഷനാണ് നമ്മൾ ശ്വസിക്കുന്ന വായുവിലുണ്ടാവുന്ന സ്വാഭാവികമായിട്ടും നമ്മൾ ശ്വസന വായുവിലുണ്ടാവുന്ന ബാക്ടീരിയ, പൊടിപടലങ്ങൾ ഇവയൊക്കെ നശിപ്പിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഇവയുടെ മൂന്നാമത്തെ ഒരു ജോലിയാണ് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ശബ്ദം കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത്. ശബ്ദത്തിനെ കൂട്ടാൻ വേണ്ടി സഹായിക്കുന്ന ഒരു സൈനസ് കൂടിയാണിത്. അപ്പോൾ ഈ സൈനസിൽ ഉണ്ടാവുന്ന ഇൻഫെക്ഷനാണ് നമുക്ക് സൈനസൈറ്റിസ് എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ ഒരു അക്യൂട്ട് സൈനസൈറ്റിസ്, ഒരു പനി വന്ന് അതിന് ശേഷം വരുന്ന ഒരു സൈനസൈറ്റിസ് ആയേക്കാം. ഇത് ചിലപ്പോൾ മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന സൈനസ് ഇൻഫെക്ഷനായി മാറാറുണ്ട്. അതാണ് ക്രോണിക് സൈനസൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഒരു സിംറ്റം, തലയ്ക്കുണ്ടാകുന്ന ഒരു വിങ്ങൽ അഥവാ ഒരു ഭാരം പോലെയുള്ള അവസ്ഥ. പലപ്പോഴും ഇത് തല കുനിക്കുമ്പോഴോ കുമ്പിടുമ്പോഴോ ഈ വേദന കൂടുന്നതായിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെ കണ്ണിന് ചുറ്റും വീർത്ത് വരിക, അവിടെ ശക്തമായ വേദന വരിക, ഇതൊക്കെ സൈനസൈറ്റിസിൻ്റെ സിംറ്റംസ് ആയിട്ട് കാണാറുണ്ട്. അതിനോടൊപ്പം തന്നെ ചിലർക്ക് മോണവീക്കവും പല്ല് വേദനയും. ഇത് നമ്മളൊരു തരത്തിൽ പറയുകയാണെങ്കിൽ തലയുടെ ഇവിടെ ഉണ്ടാകുന്ന ഒരു നീരിറക്കം പോലെയുള്ള അവസ്ഥയാണ്. ഇവിടെയൊക്കെ നീര് കെട്ടി ഇവിടെയൊക്കെ വീർത്തിരിക്കുന്ന ഒരവസ്ഥ വരാറുണ്ട്. അതിനോടൊപ്പം തന്നെ ഇവർ നമ്മൾ കൂടുതലായിട്ട് ചോദിക്കും, അവരുടെ തൊണ്ടയിൽ പലപ്പോഴും കഫ ഇറങ്ങുന്ന ഒരവസ്ഥ കാണാറുണ്ട്. ഇത് പലപ്പോഴും പലരും തിരിച്ചറിയില്ല. സ്ഥിരമായിട്ട് തൊണ്ടയിൽ കഫം, ഇതിനൊരു ചില ടേസ്റ്റ് മാറ്റം, അതുപോലെ തന്നെ കളറ് പച്ചയോ മഞ്ഞയോ കലർന്ന നിറത്തിലൊക്കെ കൂടുതൽ ഇൻഫെക്റ്റഡ് ആയ സ്റ്റേജിൽ കാണാറുണ്ട്. ചില കുട്ടികളിലെങ്കിലും ഇത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ചുമയായിട്ട് കാണാറുണ്ട്. ചിലർക്ക് ഇത് രാത്രി കിടന്നു കഴിഞ്ഞാൽ ഈ തൊണ്ടയിൽ കഫ ഇറങ്ങുന്ന കാരണം രാത്രി കിടന്ന ഒരു ഒറ്റ ചുമയായിട്ട് ചില ആളുകൾ ഇത് പ്രസൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ വരുന്ന ബാക്ടീരിയ അഥവാ വരുന്ന പല മലിന വസ്തുക്കൾ, നമ്മൾ ശ്വസിക്കുന്ന വായിലുണ്ടാകുന്ന ചെറിയ പൂമ്പൊടികളായേക്കാം, അല്ലെങ്കിൽ ചെറിയ പൊടിപടലങ്ങളായേക്കാം, അല്ലെങ്കിൽ ചില നമ്മളുടെ വീട്ടിൽ വളർത്തുന്ന പെറ്റ്സ് ഉണ്ടെങ്കിൽ അവയുടെയൊക്കെ രോമങ്ങളായേക്കാം. ഇവയൊക്കെ നമ്മൾക്ക് ചിലപ്പോൾ അലർജി ഉണ്ടാക്കും. ഇത് നമ്മുടെ ഈ ശ്വസനവായിലുണ്ടെങ്കിൽ അതിനെതിരെ ഈ സൈനസുകൾ ഇവയെ നശിപ്പിക്കാനായിട്ട് ചെറിയ രീതിയിലുള്ള മ്യൂക്കസ് പ്രൊഡക്ഷൻ നടത്തും. ഈ മ്യൂക്കസ് പിന്നെ സ്വാഭാവികമായി നമ്മൾ മൂക്കിലൂടെ ഒലിച്ചു പോവുകയാണ് വേണ്ടത്. ഇത് ഒലിച്ചു പോകുന്നതിന് പകരം ഇത് ഇവിടെ തന്നെ കെട്ടിക്കിടക്കുമ്പോഴാണ് അത് സൈനസൈറ്റിസ് ആയിട്ട് മാറുന്നത്. നമ്മൾ പറഞ്ഞു അലർജി ആയിരിക്കാം. അതുപോലെ തന്നെ ഇത് ഉണ്ടാവാനുള്ള മറ്റൊരു കാരണമാണ്, നമ്മളാരും പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാത്തൊരു കാരണമാണ് GERD എന്ന് പറയുന്നത്, അഥവാ ഗ്യാസ്ട്രിക് ഈസോഫാജിയൽ റിഫ്ലക്സ് ഡിസീസ് എന്ന് പറയുന്ന നമ്മുടെ ഈ സ്വാഭാവികമായിട്ടുള്ള ആമാശയത്തിലുള്ള രസങ്ങൾ, ഈ ദഹനത്തിന് ആവശ്യമായ രസങ്ങൾ ചില രോഗങ്ങൾ തള്ളി വരുന്ന ഒരു അവസ്ഥയാണ് GERD എന്ന് പറയുന്നത്. ഈ ഒരു അവസ്ഥയിലും ഈ സൈനസിൽ ഇൻഫെക്ഷൻ വരാനും സൈനസൈറ്റിസ് ആവാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മൂക്കിൻ്റെ പാലത്തിലുണ്ടാവുന്ന ചില ആളുകളിൽ മൂക്കിൻ്റെ പാലം വളഞ്ഞായിട്ടായിരിക്കും ഇരിക്കുക. ഇത് സൈനസൈറ്റിസിന് ഒരു കാരണമാവാറുണ്ട്. അതുപോലെ തന്നെ ക്രോണിക് അലർജി ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ദശയൊക്കെയുള്ള കുട്ടികളിലും ഈ സൈനസൈറ്റിസ് കൂടുതലായിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെ ചില മരുന്നുകളുടെ ഉപയോഗം സൈനസൈറ്റിസ് ഉണ്ടാക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ചില ഭക്ഷണങ്ങൾ, നമ്മൾ ഈ സ്വാഭാവിക രസം തള്ളി വരുന്ന ഈ അവസ്ഥ പറയുന്ന പോലെ തന്നെ സ്പൈസി ഫുഡ്സ്, എരിവ് കൂടുതലായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നവർക്കും ഒരു പക്ഷേ സൈനസൈറ്റിസ് ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇത് നമുക്ക് എങ്ങനെ കണ്ടെത്തുക, അതിനുള്ള ഇൻവെസ്റ്റിഗേഷൻ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടുള്ള
ഒരു എക്സ്റേ സൈനസ് എക്സ്റേ എടുത്ത് നോക്കിയാൽ നമുക്ക് കണ്ടെത്താം. അതുപോലെ തന്നെ CT, നേസൽ എൻഡോസ്കോപ്പി പോലെയുള്ള രീതിയിലുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ചെയ്താൽ നമുക്ക് ഈ സൈനസിലുള്ള നീർക്കെട്ട് കണ്ടെത്താൻ സാധിക്കാറുണ്ട്. ഇനി നമുക്ക് ഇത് എങ്ങനെ വീട്ടിൽ നിന്ന് തന്നെ നമുക്കിത് എങ്ങനെ മാറ്റിയെടുക്കാം നോക്കാം. നമുക്ക് ഇത് ഓൺലൈനായിട്ട് തന്നെ നമുക്ക് നെറ്റി പോട്ട് ടെക്നിക് എന്ന് പറയുന്ന ഒരു നേസൽ സ്പ്രേ വാങ്ങിക്കാൻ കിട്ടും. ഇത് നമ്മൾ ഇതിൽ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് ഉപ്പ് അതിലേക്ക് ചേർക്കുക. അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ കൂടി ചേർത്തിട്ട് ഒരു മൂക്കിലൂടെ നമ്മൾ വെള്ളം കടത്തി വിട്ടിട്ട് മറ്റേ മൂക്കിലൂടെ ആ വെള്ളം ഡ്രെയിൻ ചെയ്ത് ഒഴിവാക്കുന്ന, അതിനോടൊപ്പം തന്നെ ഈ മ്യൂക്കസും ഒഴിവാക്കുന്ന ഒരു രീതിയാണ് നെറ്റി പോട്ട് ടെക്നിക്ക്. അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് സാധാരണ നമ്മൾ ആവി പിടിക്കുന്നത് ഒരു പരിധി വരെ സൈനസിനെ നിയന്ത്രിക്കാൻ സഹായിക്കാറുണ്ട്. ഇവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നന്നായി തല വിയർക്കുന്നവരായിരിക്കും മിക്കവാറും ഈ ഒരു ആൾക്കാർ. അപ്പോൾ ഇവർ പരമാവധി വെയിലത്ത് പോയി അങ്ങനെ തല വിയർക്കുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തല തുടച്ച് വൃത്തിയാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വെയിലിൽ നിന്നും പെട്ടെന്ന് തണുപ്പിലേക്ക് വന്ന് പെട്ടെന്ന് തലയിൽ വെള്ളം ഒഴിക്കുന്ന ആ ഒരു അവസ്ഥയും ഇല്ലാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ബോഡിയുടെ ടെമ്പറേച്ചർ നോർമലായിട്ട് വന്നിട്ട് മാത്രം തലയിൽ വെള്ളം ഒഴിക്കുക. അതുപോലെ തന്നെ ഈ നീരിറക്കം ഉണ്ടാവുന്ന ആൾക്കാരിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് തലയിൽ എണ്ണ കൂടുതൽ തേക്കുന്നത് ഈ സൈനസൈറ്റിസ് കൂട്ടുന്നത്. അപ്പോൾ തലയിൽ മിതമായിട്ട് എണ്ണ ഉപയോഗിക്കാൻ വേണ്ടി ഇവർ ശ്രദ്ധിക്കുക. ഈ പാലും പാലുൽപ്പന്നങ്ങളും മറ്റും നീരിറക്കം കൂട്ടുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇവർ സൈനസൈറ്റിസ് ഉള്ളവർ ഇത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇനി നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാവുന്ന ഒരു ചെറിയൊരു സിമ്പിൾ ടിപ്പ് നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഒരു സ്പൂൺ തേൻ എടുക്കുക, ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കുക. ഇത് രണ്ടും നല്ല ആൻറ്റി ഓക്സിഡൻറ്റും ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള വസ്തുക്കളാണ്. ഇവ നമ്മൾ ഒരു പരിധി വരെ നീർക്കെട്ട് സഹായിക്കാൻ വേണ്ടി സഹായിക്കും. നമ്മൾ ഈ ഒരു സ്പൂൺ തേനിനോടൊപ്പം അര സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നമ്മൾ ദിവസവും ഒരു നേരം നമ്മൾ ഒരാഴ്ചയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുകയാണെങ്കിൽ നമ്മൾ ഈ നീർക്കെട്ട് കുറയ്ക്കാനും സൈനസൈറ്റിസ് കുറയുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇനി കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ അളവ് നേർ പകുതിയാക്കുക. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര സ്പൂൺ തേനും മാത്രം എടുക്കുക. അതും ഇതുപോലെ നമുക്ക് ദിവസം ഒരാഴ്ച വരെ കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് ഒരു സ്പൂൺ പെരിഞ്ജീരകം ദിവസം ഒന്ന് ചവച്ച് കഴിക്കുക എന്നുള്ളത്. ഇതും ഒരു പരിധി വരെ സൈനസൈറ്റിസ് നിയന്ത്രിക്കുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇനി ഇവർക്ക് കഴിക്കാവുന്ന മറ്റൊരു ഇതാണ് ജിഞ്ചർ ടീ എന്ന് പറയുന്നത്. നമ്മളൊരു കഷ്ണം ഇഞ്ചി എടുത്ത് ചതച്ചിട്ട് നമ്മൾ ചായയിലിട്ട് തിളപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ ഇതൊരു നല്ല ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രിങ്ക് ആണ്. ഇത് നീർക്കെട്ട് കുറയ്ക്കാനും സൈനസൈറ്റിസ് കുറയ്ക്കാനും നമ്മളെ സഹായിക്കും. ഇനി സൈനസൈറ്റിസ് കുറയാനായിട്ട് നമുക്കൊരു മസാജ് നോക്കിയാലോ. നമ്മൾ ഈ ഒരു തലയുടെ മുകളിലായിട്ടാണ് നമുക്ക് നെറ്റിയിലാണ് വേദന, ഈ ഫ്രോണ്ടൽ സൈനസിലാണ് നമുക്ക് വേദന ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചൂണ്ടുവിരലിൻ്റെ ഈ ഒരു അഗ്രഭാഗം കൊണ്ട് നമുക്കിങ്ങനെ ഒരു സർക്കുലാർ മോഷൻ, ഇങ്ങനെ ഒരു വട്ടത്തിൽ നമുക്കിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടെയാണ് താഴെയാണ് വേദന ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ സർക്കുലറായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ സൈനസൈറ്റിസ് കുറയുന്നതാണ്. ഇതുപോലെയുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ തലവേദനയെക്കുറിച്ച് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ. നിങ്ങൾക്കിത് മാറണം, പൂർണ്ണമായിട്ട് മാറണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. നിങ്ങൾ ഇതിന് താഴെ ഒന്ന് സൈനസൈറ്റിസ് എന്ന് കമൻറ്റ് ചെയ്താൽ മതി. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.